നമസ്കാരം. സുൽത്താൻ ബത്തേരി അസംബ്ലി മണ്ഡലത്തിൻ്റെ വോട്ട് അനാലിസിസാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2016 വോട്ട് നോക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരി UDF എടുത്തൊരു മണ്ഡലമാണ്. 75,000 വോട്ട് UDFനും LDFനും 64,000 വോട്ടും ആണുള്ളത്. 11,000 വോട്ടിൻ്റെ മാർജിന് UDF വിജയിച്ചൊരു മണ്ഡലമാണ്. NDAക്ക് 27,000 വോട്ടാണ്. CK ജാനുവിൻ്റെ പാർട്ടിക്കാണ്. 28,000 വോട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. 2016 നല്ലൊരു വോട്ട് ശതമാനമാണ് NDAക്ക് ഉണ്ടായിരുന്നത്. 2021 എത്തിയപ്പോൾ വീണ്ടും UDF നിലനിർത്തിയ മണ്ഡലം 81,000, LDFന് 69,000, ബിൻ മാർജിൻ സിമിലാണ് 11,000. NDA പക്ഷേ CK ജാനിൻ്റെ വോട്ട് കുറഞ്ഞിരിക്കുകയാണ്, 15,000 കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ലോക്സഭാ മണ്ഡലം നോക്കുകയാണെങ്കിൽ വീണ്ടും വയനാടായതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിട്ട് നമ്മൾ സ്റ്റേറ്റുമായിട്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും വലിയൊരു ഇൻക്രീസ് നമ്മൾ അംഗീകരിക്കേണ്ട, അത് അനലൈസ് ചെയ്യേണ്ട, അത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ LDFന് എന്നുള്ളതാണ് കാര്യം. ലോക്സഭയിൽ UDFിലെ 84,000 വോട്ട് UDF നേടി, LDF 40,000 വോട്ട്, NDA 35,000 വോട്ട്. CK ജാനുവിനെക്കാട്ടിലും 20,000 വോട്ടോളം കൂടുതൽ നേടാൻ ആ മണ്ഡലത്തിൽ ലോക്സഭയപ്പം NDAക്ക് പറ്റി. 30,000 40,000 ഉള്ളൂ LDF NDA തമ്മിലുള്ള വ്യത്യാസം. 5,000 വോട്ടിന് വ്യത്യാസമേ ഉള്ളൂ. 4,700 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, LDFിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 64,000 വോട്ട് 2016 അസംബ്ലി പിടിച്ച് 2021 69,000 ആയി. 5,000 വോട്ട് കൂടി. അത് 40,000 കുറഞ്ഞിരിക്കുകയാണ്. 40,000 കുറഞ്ഞു വെച്ചാൽ 30,000 വോട്ടിൻ്റെ കുറവ് LDFന് വന്നിട്ടുണ്ട്. UDFനെ സംബന്ധിച്ച് 75,000 വോട്ടുണ്ടായിരുന്നു, 81,000 ആക്കി. അത് 84,000 ആയി. ഓക്കെ, 6,000 പിന്നെ 3,000 വോട്ടിൻ്റെ വ്യത്യാസം UDFന് വന്നിട്ടുള്ളൂ. NDA സംബന്ധിച്ച് 27,000 വോട്ടുണ്ടായിരുന്നത് CK ജാനു ഒരാൾ തന്നെ മത്സരിച്ച 14-നും 21-നും. പക്ഷേ വോട്ട് കുറഞ്ഞു, 12,000 വോട്ട് കുറഞ്ഞെങ്കിലും ലോക്സഭയായപ്പോൾ 35,000 വോട്ട് കൂടി. അതായത് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൂടിയെങ്കിലും LDFിൻ്റെ വോട്ടിലാണ് കുറവ് വന്നേക്കുന്നത്. NDA വോട്ട് ആക്ച്വലി കൂടുകയാണ് ചെയ്തത് മറ്റ് 2 ഇലക്ഷനെ സംബന്ധിച്ച്. ഇത് നോക്കുകയാണെങ്കിൽ 3 ഇലക്ഷനിലും UDF ഒരു ഫ്രണ്ടിലെത്തിയൊരു മണ്ഡലമാണ്. 3 ഇലക്ഷനിലും ഫസ്റ്റ് ആയിരുന്നു UDF, സെക്കൻഡ് LDF, തേർഡ് NDA ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അനാലിസിസിൽ UDFന് ഒരു അപ്പർ ഹാൻഡുള്ളൊരു മണ്ഡലമാണിത്. അത് തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക. 2026 ആരായിരിക്കും സുൽത്താൻ ബത്തേരി എടുക്കുക? ഇതേപോലെയുള്ള എല്ലാ മണ്ഡലങ്ങളിലെ വീഡിയോ കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.